മുഖ്യമന്ത്രി സ്ഥാനത്തിനായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചാരണം ശക്തമാക്കിയിരിക്കുന്നു വി.ഡി. പക്ഷം. വി.ഡി. സതീശന് വേണ്ടി സോണിയാഗാന്ധിക്ക് ഇമെയിൽ സന്ദേശം അയക്കാൻ പ്രൊഫഷണൽ കോൺഗ്രസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആഹ്വാനം. എന്റെ ഈശോ, നിന്നെ എത്ര ഡീസന്റ് ആയിട്ടാണ് സാത്താൻ പരീക്ഷിച്ചത്. ഇതൊരു ജാതി മറ്റേ പരിപാടിയായി പോയി. അരുൺകുമാർ അവസാന മണിക്കൂറാണ്. സ്വാഭാവികമായും എല്ലാ തന്ത്രങ്ങളും പയറ്റും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആഭ്യന്തരം ഞാൻ വിട്ടു തരില്ല. തനിക്ക് കൈയിട്ട് വരാൻ പറ്റിയ ഒരു വകുപ്പ് തന്നാ പോരെ? തരാം. എങ്കിൽ വനം മതി. നമുക്ക് സാവധാനം വെളുപ്പിച്ചെടുക്കാം. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ AIPC കേരള മെമ്പേഴ്സ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ്. അത് ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ അംഗങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പാണ്. അതിൽ ആണ് ഇങ്ങനെ ചില കുറിപ്പുകൾ സോണിയാഗാന്ധിക്ക് അയക്കേണ്ട മെയിലിൽ വേണ്ട സന്ദേശം, അതിന്റെ ടെംപ്ലേറ്റ്സ് തന്നെ അവർ കൃത്യമായി ഇതിൽ അയച്ചിട്ടുണ്ട്. ഇത് എല്ലാവർക്കും രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും അയക്കണമെന്ന നിർദ്ദേശമാണ്. അതിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിന്റെ ഇമെയിൽ വിലാസം കൂടി പങ്കുവച്ചിട്ടുണ്ട്. അത് 16. എന്റെ 16 അല്ല, അടുത്ത മാസം 16. നീ എന്ത് 16 അല്ല അളിയ, 10-ാം തീയതി ആണല്ലോ ഈ ബമ്പറിന്റെ നറുക്കെടുപ്പ്. 10-ാം തീയതി പിന്നെ 16 തീയതി നീട്ടുന്ന കാര്യമില്ലല്ലോ. അതിപ്പോ ലോട്ടറി കൊടുത്ത് റെസീറ്റ് വാങ്ങിച്ചത്, ബാങ്കിൽ കൊടുത്ത് പൈസ വാങ്ങിച്ചത്, കളക്ട് ചെയ്ത് കൊണ്ടു കൊടുത്ത്, പിന്നെ ഞാൻ ഇത് മാത്രമല്ല, മറ്റു പല വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇതുപോലെ തന്നെ വി.ഡി. സതീശന് വേണ്ടി ഇത്തരം സന്ദേശങ്ങൾ അത് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും അയക്കണമെന്ന ആഹ്വാനമുണ്ട്. നീ കണ്ടതെന്താണെന്ന് പറ. സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ. KC വേണുഗോപാലിനെ ഒരു കാരണവശാലും സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായി നിയമിക്കാൻ പാടില്ല എന്ന ആവശ്യം ഉന്നയിച്ചായിരുന്നു നേരത്തെ വാട്സപ്പ് സന്ദേശമെങ്കിൽ അത് നേരിട്ട് പറയാതെ ഈ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഏതെങ്കിലും MP-മാരെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയോ മന്ത്രിയോ ആയി നിയമിക്കാൻ പാടില്ല എന്നും വി.ഡി. സതീശനാണ് പട നയിച്ചത്. അതുകൊണ്ട് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി പദത്തിന് അർഹനാണെന്ന ഒരു കാര്യം കൂടി ഈ സന്ദേശത്തിലുണ്ട്. വാട്സപ്പിലൂടെ സാമൂഹ്യ മാധ്യമത്തിലൂടെ വലിയ രീതിയിലുള്ള പ്രചാരണത്തിലേക്ക് വി.ഡി. സതീശൻ പക്ഷം കടക്കുകയാണ്. കാരണം MLA-മാരുടെ പിന്തുണ വളരെ കുറവാണ്. 5 MLA-മാരുടെ പിന്തുണ മാത്രമാണ് നിലവിൽ വി.ഡി. സതീശനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പൊതു അഭിപ്രായം ഉണ്ടാക്കാനുള്ള ശ്രമം ഒരു ഭാഗത്തുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒട്ടേറെ ബോർഡുകളടക്കം പ്രത്യക്ഷപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. സാമൂഹ്യ മാധ്യമത്തിലെ ക്യാമ്പയിനിൽ വി.ഡി. സതീശൻ തന്നെയാണ് ഇപ്പോഴും മുന്നിൽ. കാരണം KC വേണുഗോപാലിനേക്കാൾ രമേശ് ചെന്നിത്തലയേക്കാൾ കൂടുതൽ ക്യാമ്പയിൻ സാമൂഹ്യ മാധ്യമത്തിൽ വി.ഡി. സതീശന് വേണ്ടിയാണ് തുടരുന്നുണ്ട്. പുറത്ത് ഫ്ലെക്സ് ബോർഡുകൾ, വലിയ ബോർഡുകളടക്കം പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതിനിടയിൽ തന്നെ ഇങ്ങനെ ചില നീക്കങ്ങൾ കൂടി രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കൊക്കെ നിരവധി ഇമെയിൽ സന്ദേശങ്ങൾ എത്തിക്കാനുള്ള ശ്രമം കൂടി വി.ഡി. പക്ഷം തുടങ്ങിക്കഴിഞ്ഞു. അരുൺകുമാർ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാന്ന് കരുതരുത്. സപ്പോസ് ഇത് നല്ലതിനാണെങ്കിലോ? മുഖ്യമന്ത്രി പദത്തിലെത്താൻ നേതാക്കൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടാവും. ആ ആഗ്രഹത്തെ ഒന്നും നമുക്ക് ആർക്കും കുറ്റം പറയാൻ പറ്റൂല. இப்பதான் உன்னை சரியா புரிஞ்சுக்கிட்டேன். நீ தப்பானவன் இல்லடா, நீ தப்பானவன் தான். ഇത്രയും കാലത്തെ പാർലമെന്ററി ജീവിതത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് കേരളത്തിന് മുഖ്യമന്ത്രിയാകാൻ ഒരു അവസരം കൈവന്നിരിക്കുന്നു. 102 സീറ്റുകളുമായി അവരുടെ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ അതിന് നേതൃത്വം നൽകിയവരും അതിനുവേണ്ടി വീർപ്പിച്ചവരും ഒക്കെ പോരാടും. അത് സ്വാഭാവികമാണ്. അത് KC-യും പോരാടും, വി.ഡി.യും പോരാടും, RC-യും പോരാടും. എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കി നിൽക്കാം. പക്ഷേ ഇതുകൊണ്ട് ജനങ്ങൾക്ക് ഗുണമുണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ആര് വന്നാലെന്താ.